രംഗണ്ണൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ആവേശത്തിലെ രംഗണ്ണനാണ്. നമ്മുടെ ഫഹദ് ഫാസിൽ തകർത്തഭിനയിച്ച രംഗണ്ണൻ. എന്താ ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്ന മറ്റൊരു രംഗണ്ണനെ കുറിച്ചാണ്. ഈ രംഗണ്ണൻ്റെ ശരിക്കുള്ള പേര് രംഗനാഥൻ. ഇത് ആക്ച്വലി കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ നടന്ന ഒരു ചെറിയൊരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു വാർത്ത പത്രത്തിൽ വന്നിരുന്നു. അതായത് ഈരാറ്റുപേട്ടയിലെ ഒരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടുത്തെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ പുതിയതായിട്ട് ആ പരിസരം വൃത്തിയാക്കാൻ വേണ്ടി വന്ന ഒരു തമിഴ്നാട്ടിലെ ഒരു തൊഴിലാളി, ഇവിടെ പറയുമ്പോൾ പാണ്ടി തമിഴൻ എന്നൊക്കെയാണ് ഇവിടെ വിളിക്കുന്നത്. അപ്പോൾ ഇവർ അധികം ശ്രദ്ധിച്ചില്ല. കുറേ തമിഴ്നാട്ടിൽ ഒരുപാട് പേര് വന്ന് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളവിടെ പറമ്പ് വൃത്തിയാക്കുന്നു. പക്ഷേ ഈ വ്യക്തി ഇടയ്ക്കിടയ്ക്ക് ടീച്ചറുടെ ക്ലാസ്സൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ടീച്ചറുടെ അടുത്ത് പറഞ്ഞു, ടീച്ചറുടെ പഠിപ്പിക്കുന്നതൊക്കെ നന്നായിട്ടുണ്ട്, നല്ല മെത്തേഡ് സൂപ്പറാണ് എന്നാണ് പറഞ്ഞത്, തമിഴിൽ പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഇങ്ങനെ പണിയെടുക്കാൻ വരുന്ന ഒരാൾ ടീച്ചറോട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ടീച്ചർ ഇദ്ദേഹത്തോട് ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ടീച്ചർ ഞെട്ടിപ്പോയത്. അതായത് ഇദ്ദേഹത്തിൻ്റെ പേര് രംഗനാഥൻ, തമിഴ്നാട് തേനി സ്വദേശിയാണ്. കേരളത്തിൽ വന്നിട്ട് ഏകദേശം ഒരു വർഷത്തിന് മേളിലായി. ഇവിടെ കുറേ കൃഷിപ്പണിയും കൂലിപ്പണിയും മരപ്പണിയും അങ്ങനെ ഒരുപാട് ജോലികളൊക്കെ ചെയ്തു. പെരുമ്പാവൂർ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്തു. അതായത് കിട്ടുന്ന പണിയെല്ലാം ചെയ്ത് ജീവിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ടീച്ചറുടെ അടുത്ത്, എനിക്ക് അവിടെ കിട്ടുന്നതേക്കാളും, അതായത് തമിഴ്നാട്ടിൽ കിട്ടുന്നതിനേക്കാട്ടും കൂലി 300 രൂപ കൂടുതൽ എനിക്ക് കേരളത്തിൽ കിട്ടും. അപ്പോൾ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അങ്ങനെ അച്ഛനും അമ്മയെ കണ്ടൊരു കുടുംബമൊക്കെ നോക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ കേരളത്തിൽ പറഞ്ഞ കിട്ടുന്ന ജോലികളൊക്കെ ചെയ്യുന്നത്. നമുക്കറിയാം കേരളത്തിൽ ഇന്ന് നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൃഷിപ്പണി ആയാലും ഇതുപോലെ തന്നെയുള്ള പറമ്പിലെ പണിയായാലും അല്ലെങ്കിൽ എന്തിനും നമ്മൾ ഹോട്ടലുകളിൽ വരെ ചെറിയ ഹോട്ടലിൽ ചായ ഉണ്ടാക്കുന്നത് അല്ല, ഏത് ജോലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തമിഴന്മാരും ബംഗാളികളും ഒക്കെയാണ്, മലയാളികളല്ല കൂടുതൽ. ഇപ്പോൾ ബംഗാളികളും ഉണ്ട് കൂടുതൽ, ഒരു കാലത്ത് തമിഴന്മാരായിരുന്നു. അങ്ങനെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു തമിഴനാണ് ഇദ്ദേഹം. അപ്പോൾ ടീച്ചർക്ക് ഇദ്ദേഹത്തോട് വളരെ ഒരു ഇമ്പ്രഷൻ തോന്നി, കാരണം ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ കൂടുതൽ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹം ഒരു ചില്ലറക്കാരനൊന്നുമല്ല. അദ്ദേഹം സ്കൂളിലൊക്കെ പോയി, കോളേജിലും പോയിട്ട്, അത് വെറും വിദ്യാഭ്യാസമല്ല, നല്ല മാർക്കോട് കൂടി 10ാം ക്ലാസ് പാസ്സായി, ഡിഗ്രി എടുത്തു, PG ചെയ്തു, അത് കഴിഞ്ഞ് B.Edനും പോയി. അത് ഇത്രയും പഠിത്തം കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ അദ്ദേഹത്തിന് ഈ പറയണ പോലെ ഇത്രയും പഠിത്തമൊക്കെ ഉണ്ടായിട്ടും വിചാരിച്ച പോലത്തെ ഒരു ജോലിയൊന്നും അവിടെ കിട്ടിയിട്ടുണ്ടാവില്ല. അതാണ് അദ്ദേഹം കേരളത്തിലേക്ക് വന്നത്. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയണത്, ഞാനിവിടെ ഇപ്പോൾ ഈ പൈസ ഉണ്ടാക്കുന്നത് എൻ്റെ കുടുംബം നോക്കാൻ വേണ്ടി മാത്രമല്ല, എനിക്ക് ഇതെല്ലാം കുറച്ച് പൈസയൊക്കെ സ്വരൂപിച്ച് വെച്ച് കൂട്ടി വെച്ചിട്ട് അതെല്ലാം കഴിഞ്ഞ് എനിക്ക് തിരിച്ച് തമിഴ്നാട്ടിൽ പോയി എനിക്ക് അവിടുത്തെ സർക്കാർ സർവീസിൽ, നമ്മളിപ്പോൾ ഇവിടെ പറയുന്ന പോലെ PSC എന്ന് പറയുന്ന പോലെ അവിടുത്തെ ഒരു സർക്കാർ സർവീസിൽ തന്നെ നല്ലൊരു ജോലിയിൽ എനിക്ക് കയറണം, എനിക്ക് എൻ്റെ കുടുംബത്തെ കുറച്ചുകൂടി നല്ല രീതിയിൽ എനിക്ക് നോക്കണം, എനിക്ക് എൻ്റെ ലൈഫ് സെറ്റിൽഡ് ആക്കണം, അങ്ങനെ ഒരു വലിയൊരു എയിമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ടീച്ചർക്ക് മനസ്സിലായി ചില്ലറക്കാരനല്ല എന്നും പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ഇവിടുത്തെ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ഒരു ക്ലാസ് പോലെ തന്നെ എടുത്തു കൊടുത്തു. ടീച്ചർ പറഞ്ഞു, നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ലൈഫ് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞ് ഇദ്ദേഹം വിദ്യാർത്ഥികളൊക്കെ ലൈഫൊക്കെ ഷെയർ ചെയ്ത് പല കുട്ടികൾക്ക് വളരെ എന്താ പറയുക, കുട്ടികളുടെയൊക്കെ കണ്ണു നിറഞ്ഞു പോയി എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് രംഗനാഥൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ മറ്റ് ജോലികളിലൊക്കെ ഇങ്ങനെ പോയി. അപ്പോൾ ഇതുപോലെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന, നമ്മളൊന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇവർ ഒരു സാധാരണ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ നമ്മളധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് പേരുടെ അവരുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരുപാട് കഴിവുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെക്കാട്ടും മിടുക്കരാവാം, അല്ലെങ്കിൽ നമ്മളെക്കാട്ടും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഒരു ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തിലെത്തിപ്പെടാൻ പറ്റാത്ത ആൾക്കാരായിരിക്കാം. പക്ഷേ ഇവരൊക്കെ ഒരു എയിമിന് വേണ്ടിയായിരിക്കാം നീങ്ങുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ ആവേശത്തിലെ രംഗണ്ണന് കയ്യടി കിട്ടിയ പോലെ ഈ രംഗണ്ണനും ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ കയ്യടിയോട് കൂടിയാണ് ഇറങ്ങിപ്പോയത്.